السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله ما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനിതരായ പണ്ഡിത സഹോദരങ്ങളെ, അല്ലഫൽ അലിഫ് അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 9. ذرعيالا ذا الهوى مع الأحبة بالنوى زد عن القلب الهوى واترك من الأنذال ذال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. في هذا البيت ينصح الشاعر مخاطبه. ഈ ബൈത്തിലൂടെ ഷാഇർ ഉപദേശിക്കുകയാണ് തൻ്റെ അഭിമുഖീകരിക്കപ്പെടുന്ന ആളെ. ഇദാ കാന മിമ്മൻ ഖദിസ്തഹവദ അലൈഹിൽ ഹവ, തൻ്റെ മുഖാത്തബ് അവനായി മിമ്മൻ ഒരുത്തരിൽപ്പെട്ടവനായാൽ, എങ്ങനത്തെ ഒരുത്തൻ ഖദിസ്തഹവദ അലൈഹിൽ ഹവ, അവനെ ശരീരേച്ഛ ആധിപത്യം തേടിയിട്ടുണ്ട് അവൻ്റെ മേൽ. ശരീരേച്ഛ, ശരീരത്തിൻ്റെ അത്യാഗ്രഹങ്ങൾ അവനെ കീഴ്പ്പെടുത്തുകയും അവൻ്റെ മേൽ ആധിപത്യം നേടുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഷാഇറിൻ്റെ മുഖാത്തബായിട്ടുള്ളത്. അവനോട് ഷാഇർ ഉപദേശിക്കുകയാണ് അൻ യത്റുകൽ ഈലാഅൽ കുല്ലിയ വൽ ഇൻശിറാൽ കാമില ബിസവിയിഹി വഇയാലിഹി വഅസ്തിഖാഇഹി വഅഹിബ്ബാഇഹി. തൻ്റെ നഫ്സിനെ കൊണ്ടും തൻ്റെ മക്കളെ കൊണ്ടും തൻ്റെ സ്നേഹിതന്മാരെ കൊണ്ടും തൻ്റെ ഇഷ്ടക്കാരെ കൊണ്ടുമൊക്കെയുള്ള പൂർണ്ണമായ ലയിക്കലിനെയും അവരോടുള്ള അതിയായ ആഗ്രഹത്തെയും ഉപേക്ഷിക്കണം. മാദാമ ദാലിക സാരിഫൻ ലഹു, ഇതെല്ലാം അവനെ തിരിച്ചു കളയുമ്പോൾ അനിൽ ഇന്തിബാഹി ഇലാമാഹുവ അഹമ്മുലഹുവ അഹ്റാബി അൻ യസ്തഖില ബിഹി, അവനക്ക് ജോലിയാവാൻ ഏറ്റവും ബന്ധപ്പെട്ടതും ഏറ്റവും മുഖ്യവുമായ കാര്യങ്ങളെ ഉണരലിനെ തൊട്ട്, അതിലേക്ക് അവൻ്റെ ചിന്ത പോകലിനെ തൊട്ട് തിരിച്ചു കളയുന്നു ഇവരോടുള്ള ബന്ധം, ഇവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഇവരുമായി പൂർണ്ണമായി ലയിക്കൽ. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അവനെ ഉപദേശിക്കുകയാണ്. കമാ യുവജ്ജിഹുഹു അലാ തർദിൽ അഹ്വാഇ ബിരിമ്മത്തിഹാനിൽ ഖൽബി. ഷാഇർ ഇവനെ മുന്നിടിക്കുന്നു, തൻ്റെ മുഖാത്തബിനെ മുന്നിടിക്കുകയും ചെയ്യുന്നുണ്ട്. തൻ്റെ ഇച്ഛകളെ പൂർണ്ണമായും ഹൃദയത്തിനെ തൊട്ട് ആട്ടിയോടിക്കണം. അതുപോലെ തന്നെ ഹജറാനി കുല്ലിമൻ കാന ദലീലൻ വഖാസിഅൻ, നിന്ദ്യനും നികൃഷ്ടരുമായ ഒരു മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമകളായ പിശാചിൻ്റെ സ്വാധീനത്തിലുള്ള ശൈഖന്മാർ, ഇവരെ തൊട്ടൊക്കെ പൂർണ്ണമായും വെടിയണം എന്നതുകൊണ്ടുമൊക്കെ അതിൻ്റെ മേലൊക്കെ ഈ മുഖാത്തബിനെ മുന്നിടിക്കുകയും ചെയ്യുകയാണ് ഈ ബൈത്തിലൂടെ ഷാഇർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഉപദേശമാണ് ഈ മുസന്നിഫ് ഇവിടെ തൻ്റെ മുഖാത്തബിനോട് തൻ്റെ അഭിമുഖമായി ഈ ഷാഇർ ആരോടാണോ പറയുന്നത് അവരെ ഉപദേശിക്കുന്നത്. ദർഇയാലൻ, ദർ നീ ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇയാലൻ നിനക്ക് ചെലവ് നൽകൽ നിർബന്ധമുള്ള നിന്റെ ഭാര്യ സന്താനങ്ങളെയും മറ്റു കുടുംബങ്ങളെയും നീ ഉപേക്ഷിക്കുകയും ചെയ്യുക. ദൽ ഹവ, ശരീരേച്ഛകളിലേക്ക് ചായുന്നവനെ. മഅൽ അഹിബ, ഇപ്രകാരം സ്നേഹിതന്മാരെയും നീ ഉപേക്ഷിക്കുക. ബിന്നവ, അവരെ തൊട്ട് വിദൂരമാകൽ കൊണ്ട്. ദുദ് അനിൽ ഖൽബി,
ഹൃദയത്തിനെ തൊട്ട് നീ ആട്ടിയോടിക്കണം, ആ ഹൃദയത്തിനെ തൊട്ട് നീ തടയണം. അൽ ഹവ ശരീരേച്ഛകളെ. വത്തുറുക്ക് നീ ഉപേക്ഷിക്കുകയും ചെയ്യണം. മിനൽ അന്താലിസാൽ നിന്ദ്യരും നികൃഷ്ടരുമായ ആളുകളിൽ നിന്ന്, അങ്ങേയറ്റം നികൃഷ്ടരായ നിന്ദ്യരായ ആളുകളെ, അവരെ നീ ഉപേക്ഷിക്കണം, വെടിയണം. അവരുമായിട്ട് നീ ബന്ധം ഉണ്ടാവരുത്. ദർ എന്നുള്ളത് അംറു ഫീലാണ്. അർത്ഥം ദഅ് അതല്ലെങ്കിൽ ഉത്തുറുക്ക് എന്നാണ്, നീ ഉപേക്ഷിക്ക് എന്നർത്ഥം. റിയാല് എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ്. ദർ എന്നുള്ളതിൻ്റെ മഫ്ഊലും ബിഹിയാണ്. അതിൻ്റെ അയില് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് റിയാൽ. ഐലുർ റജുലി എന്ന് പറഞ്ഞ അഹ്ലു ബൈത്തിഹില്ലദീന യുകല്ലിഫുഹും, അവൻ്റെ കുടുംബക്കാർ, അല്ലദീന യുകല്ലിഫുഹും. സൽ ഹവ എന്ന് പറഞ്ഞത് ദ എന്നുള്ളത് മുനാദയാണ്. ബി ഹർഫി നിദാ ഇ മുഖദ്ദറിൻ, ഒരു നിദാഇൻ്റെ ഹർഫിന് അവിടെ കളയപ്പെട്ടിട്ടുണ്ട്. ഐ യാ ദൽ ഹവ. ഹവ എന്നുള്ളത് മുദാഫിൻ ഇലൈഹിയാണ്. സാഹിബൽ ഹവ. ഹവ എന്ന് പറഞ്ഞാൽ മൈലുൻ നഫ്സി ഇല ഷഹവാത്തി, ശരീരം ഇച്ഛിക്കുന്നവയിലേക്ക് ചായുക. അങ്ങനെ ശരീരം ഇച്ഛിക്കുന്നതിലേക്ക് ശരീരം ചായൽ ഉടയ മനുഷ്യ, നീ നിന്റെ സന്താനങ്ങളെ വെടിയണം. മഅൽ അഹിബ എന്നുള്ളത് എന്നുള്ളത് ലർഫാണ്. ശേഷമുള്ള അഹിബ മുളാഫുൻ ഇലൈഹിയാണ്. ഹബീബിൻ്റെ ജംആണ് അഹിബ. എന്നുള്ളത് ബി മഅന കദാലിക ഹുന, ഇവിടെ അത് എന്നുള്ളത് ഐനിൻക്ക് ഫത്ഹാവുമ്പോൾ അത് ഇസ്മാണ്, ലർഫ്. അതുപോലെ അത് ഇവിടെ കദാലിക്കൻ്റെ മഅനാക്കാണ്. ഇപ്രകാരം അഹിബയിനെയും നീ വെടിയുക. ബിന്നവ എന്നുള്ളത് ജാറു മജ്റൂറാണ്. അർത്ഥം ബുഇദ് എന്നാണ്. മുത്തഅല്ലഖ് ദർ എന്നുള്ളതിനോടാണ് മുത്തഅല്ലഖ്. നീ വെടിയണം. എന്തുകൊണ്ട്? ബിന്നവ, അവരെ തൊട്ട് അകലെയാകൽ കൊണ്ട് വെടിയണം. സുദ് എന്നുള്ളത് അംറു ഫീലാണ്, ളമീർ ഫായില്. മിൻ ദാദ യദൂദു എന്ന ഫീലിൽ നിന്ന് പോകുന്ന അംറാണ്. ഖാമ യഖൂമു എന്നൊക്കെ പറഞ്ഞതുപോലെ ബി മഅന മനഅ വ ദഫഅ ത്വറദ എന്നൊക്കെ അർത്ഥം വരുന്ന ദാദയിൽ നിന്ന് പോകുന്ന അംറാണ്. നീ വെടിയ്, നീ തടയ്, നീ ആട്ടി ഓടിക്ക്. അനിൽ ഖൽബി എന്നുള്ളത് ജാറു മജ്റൂർ, മുതഅല്ലഖ് ദുദ് എന്നുള്ളതാണ്. അപ്പോൾ ഐ ബഈദൻ അനിൽ ഖൽബി, കൽബിനെ തൊട്ട് അകലയാക്കിയ നിലക്ക് നീ വെടിയണം. അൽ ഹവ ഇച്ഛയെ, നീ ആട്ടി ഓടിക്കണം. അൽ ഹവ ഇച്ഛയെ, ശരീരച്ഛകളെ. ഹവ എന്നുള്ളത് മഫ്ഊലും ബിഹിയാണ് യസുദ് എന്നുള്ളതിൻ്റെ. ഹവ എന്ന് പറഞ്ഞാൽ അൽ മൈലു ഷഹവാനിയു ലിൻ നഫ്സി, ശരീരത്തിനുള്ള ആ ഷഹവാനിയായ ഒരു ചായൽ, ശരീരം ആഗ്രഹിക്കുന്നതിലേക്കുള്ള ഒരു ചായൽ. വത്തുറുക്ക് എന്നുള്ളത് തറക്കയത്തുറുക്കുവിൻ്റെ അംറാണ്, ഫീൽ ദമീർ ഫായിൽ. അത് വാവ് ആത്തിഫ്, അംർ ഫീൽ ദമീർ ഫായിൽ, ജുംല മഅത്തൂഫ്, മഅത്തൂഫിൻ അലൈഹി ദുദ്. ഐ ദഅ എന്നാണ് അർത്ഥം. മിനർഫ് ജാറാണ്. അന്താലി എന്നുള്ളത് മജ്റൂറാണ്. മുതഅല്ലക്ക് ശേഷം പറയുന്ന ദാൽ. അന്താലി എന്നുള്ളതിൻ്റെ ബഹുവചനം, അത് നദല് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ്. റദല്, റദീല്, ഖസീസ്, ഹഖീർ. റദീലുൽ ഖസീസുൽ ഹഖീറു എന്നാണ് അർത്ഥം. നിന്ദ്യരിൽ നിന്ന് നിന്ദ്യമായവനെ,
നീ ഉപേക്ഷിക്കുകയും ചെയ്യണം എന്നർത്ഥം. വഫി ബഅദിൽ കുത്തുബി, ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്, ഖാല അലിയുൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, യാ സൽമാനു, സൽമാനെ, സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ പറയുന്നതായി ഞാൻ കേട്ടു, മല്ലം യഹ്തമ്മ ബിൽ ഇയാലി ഫലൈസ ലഹു ലിൽ ജന്നത്തി നസീബുൻ, ഒരാൾ തൻ്റെ സന്താനങ്ങളെ കൊണ്ട് ഗൗനിക്കുന്നില്ലെങ്കിൽ അവൻക്ക് സ്വർഗത്തിലേക്ക് ഒരു വിഹിതവും ലഭിക്കുകയില്ല എന്ന് പറഞ്ഞാൽ തൻ്റെ സന്താനങ്ങളെയും പരിഗണിക്കണം. ഖാല സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, സൽമാനുൽ ഫാരിസി അപ്പോൾ ചോദിച്ചു, അലൈസ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടില്ലേ, സാഹിബുൽ ഇയാലി ലാ യഫ്ലഹു അബദ, ഈ ഭാര്യയും മക്കളും ഉള്ളവൻ ഒരിക്കലും വിജയിക്കൂല എന്ന്. ഖാല അലിയും റളിയല്ലാഹു അൻഹു, അപ്പോൾ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ മറുപടി പറഞ്ഞു, ലൈസ കദാലിക യാ സൽമാനു, സൽമാനെ അങ്ങനെയല്ല, ഇൻകാന കസ്ബുക മിൻ ഹലാലിൻ തഫ്ലഹു, നിന്റെ അധ്വാനം ഹലാലിനാലാണെങ്കിൽ നീ വിജയിക്കും, നിന്റെ മക്കളും ശരിയായ ഒരു രീതിയിൽ നിന്നെ അള്ളാഹുവിലേക്ക് മുന്നടിക്കുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ, നീ ഹലാലാണ് അവർക്ക് നൽകുന്നതെങ്കിൽ അവർ നിനക്ക് ദോഷമാവുകയില്ല, നീ വിജയിക്കുകയാണ് ചെയ്യുക. വഫിൽ ബഹരിൽ മൗറൂദി ലിശ്ശഅറാനി വലൗ കാനൽ ഇയാലു കുല്ലുഹും മുതവജ്ജിഹീന ഇലല്ലാഹി, ഒരുത്തൻ്റെ ഭാര്യയും മക്കളും അവൻ്റെ ചെലവിലുള്ള അവൻ്റെ മാതാപിതാക്കളും ഒക്കെ ആണ് അള്ളാഹിനെക്കൊള്ള മുന്നിടുന്നവരാണെങ്കിൽ, ലം യഹ്സുലിൽ ഖായിമി അലൈഹിം മശഖ, അവരുടെ മേൽ അവർക്ക് വേണ്ടതൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. വലൗ ബലഗു അൽഫ നഫ്സിൻ, ഈ ഇയാല് എന്ന് പറയുന്ന ആ വിഭാഗം 1000 ശരീരത്തിലേക്ക് എത്തിയാലും ശരി, ഒരു പ്രയാസം ഉണ്ടാവില്ല. അപ്പം ഇവിടെ ഈ പറഞ്ഞത് ഭാര്യയും മക്കളും കുടുംബങ്ങളുമൊക്കെ ഒരു മനുഷ്യനെ അവൻ്റെ ആ ഉഖ്റവിയായ ദറജയിലേക്ക് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ വിട്ടുമാറി നിൽക്കണം, അതിന് തടസ്സമാവാതിരിക്കാൻ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇതാണ് ഈ പറഞ്ഞത്. വേറെയും കാണാൻ കഴിയും, അന്ന ഹഉലായിൽ മഹബൂബീന മിനൽ ഇയാരി വഗൈരിഹിം വൽ ഖായിമ അലൈഹിം, ഈ പറയപ്പെട്ട അഹിബ്ബ, ഒരു മനുഷ്യൻ്റെ ഇഷ്ടക്കാർ, അതുപോലെ തന്നെ അവൻ്റെ ഭാര്യയും മക്കളും മറ്റുള്ളവരും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ഒത്താശകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കേണ്ട മനുഷ്യനും, ഹൈസു കാനു മുതവജ്ജിഹീന ഇലല്ലാഹ്, എല്ലാവരും അള്ളാഹുവിലേക്ക് മുന്നിടുന്നവരാണെങ്കിൽ, ഫലാ ബഅസ ബി ഇഖാമത്തിഹി മഅഹും, ഇവൻക്ക് അവരോട് കൂടെ താമസിക്കൽ കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൻ്റെയൊക്കെ താല്പര്യം. ബൽ ഖാല ബഅദുൽ ഹുക്കമായി ബദ്ലുൽ ഹീലത്തി ഫി തലബിൽ ഹലാലി വ ഖില്ലത്തിൽ ഹവായിജി ഇലന്നാസ്, ജനങ്ങളുടെ ആവശ്യം കുറക്കുന്ന വിഷയത്തിലും ഹലാലിനെ തേടുന്ന വിഷയത്തിലും ഒരു മനുഷ്യൻ്റെ ഹീലത്തിനെ വിനിയോഗിക്കൽ, അവൻ്റെ തന്ത്രങ്ങളും അവൻ്റെ ഊർജവും വിനിയോഗിക്കൽ അഫ്ദലുൽ ഇബാദ, അത് ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. ഹൈസു കാനു മുതവജ്ജിഹീന ഇലാ ഹവാഹും, അവർ ഈ പറയപ്പെട്ട അവൻ്റെ അഹിബാവും അവൻ്റെ ഇയാലുമൊക്കെ അവരുടെ ശരീരേച്ഛകളിലേക്ക് മുന്നിടുന്ന ഒരവസ്ഥയാണെങ്കിലോ, ഫലാ ബുദ്ദലിൽ ഖായിമി അലൈഹിം, അപ്പോൾ അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്ക് കൂടാണ്ട് കഴിയൂല, അയ്യത്തുറക്കഹും, അവരെ ഉപേക്ഷിക്കൽ, ലിഅല്ലാ യഖഅ ബിസബബിഹിം, കാരണം അവർ കാരണമായി ഇവൻ വീഴരുത്, ഫിൽ മഹദൂറാത്തി, നിഷിദ്ധമായ കാര്യങ്ങളിൽ, കൽ ഖത്ലി വൽ ഗസ്ബി വ ഫസാദിൽ കസ്ബി വ ഗൈരിഹ മിനൽ മആസിൽ മുഹ്ലികാത്തി, ചിലപ്പോൾ കൊല നടത്തേണ്ടി വരും, മറ്റുള്ളവരത് പിടിച്ചു പറിക്കേണ്ടി വരും,
അവൻ്റെ ജോലി ഹലാലായ ജോലി ആവണമെന്നില്ല, ഹറാമും ചെയ്യേണ്ടി വരും. അതുപോലെ അവനെ നശിപ്പിക്കുന്ന തെറ്റുകളൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അപ്പോൾ അവൻ പൂർണ്ണമായും ഒഴിവാക്കേണ്ടി വരും. അല്ലാത്ത നിലക്കാണെങ്കിൽ അവരോട് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. അതല്ലെങ്കിൽ ഔലി അല്ലാ യഖാഫിമാലീഹി ഫയഫൂത്തു ലഹു സവാബുൽ ജസീലു ഹൈസു യുസാബുൽ ഖൽഖു ബി അമലിഹിം. പടപ്പുകൾക്കൊക്കെ അവരുടെ അമലിനനുസരിച്ച് പ്രതിഫലം കൊടുക്കുന്ന ദിവസമാണ് നാളെ ആഖിറം. അവിടെ വെച്ച് പൂർണ്ണമായ പ്രതിഫലം അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഇവർക്ക് വേണ്ടി ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ ഇവൻ ഇടപെടുമ്പോൾ ഇവൻക്ക് അതുകൊണ്ട് കിട്ടുന്ന പിന്നെ കോട്ടങ്ങൾ അതാണ്. ആഖിറത്തിൽ അവൻക്ക് കിട്ടുന്ന പ്രതിഫലങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ വേണ്ടപ്പെട്ട ആളുകളുമായി അകലം പാലിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ ദർഇയാലൻ ദൽ ഹവ എന്നുള്ളതിൻ്റെ ഉദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഐ ഉത്തുറുക്ക് യാ സാഹിബൽ ഹവ, ശരീരേച്ഛ ഉടയ മനുഷ്യ നീ ഉപേക്ഷിക്കണം. ഇയാലക്ക വ അഹിബ അക്ക, ഇയാൽ എന്ന് പറഞ്ഞാൽ തൻ്റെ ചെലവിലുള്ള മൻ തൽസമു നഫഖത്തുഹും കസ്സൗജത്തി വൽ ഫുറൂഇ വ ഗൈരിഹിം, തനിക്ക് ചെലവ് നൽകൽ നിർബന്ധമുള്ള ഭാര്യ, മക്കൾ, അതുപോലെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർ, തൻ്റെ ചെലവിൽ കഴിയുന്ന മൃഗങ്ങൾ എല്ലാം പെടും. അപ്പോൾ അവയെ നീ ഉപേക്ഷിക്കണം. വ അഹിബ അക്ക, നിൻ്റെ അഹിബയിനെയും നിൻ്റെ ഇഷ്ടക്കാരായ ആളുകളെയും ബി ബുഇദിൻ അങ്ക, നിന്നെ തൊട്ട് അവരെ അകറ്റി നിർത്തൽ കൊണ്ട്. ഹത്താല യംനഉക, എന്തിനു വേണ്ടി? അവർ നിന്നെ തടയാതിരിക്കാൻ വേണ്ടി. അനിൽ ഇഹ്തിമാമി ബിമാഹുവ അഹമ്മു, ഇതിനേക്കാൾ മുഖ്യമായ ചില കാര്യങ്ങളെ തൊട്ട്, ഗൗനിക്കലിനെ തൊട്ട് നിന്നെ അവർ തടയരുത്. അവരെ കൊണ്ട് ജോലിയായി അഹമ്മും മുഹിമ്മുമായ മറ്റു ആഖിറത്തിലേക്ക് ആവശ്യമായി വരുന്ന വിഷയങ്ങളെ തൊട്ട് അവർ തടയുന്ന ഒരു സാഹചര്യം വരരുത്. അത് വരാതിരിക്കാൻ വേണ്ടി. വന്നവ അൽ ബുഅദ്, നവ എന്ന് പറഞ്ഞ ബുഅദ് എന്നാണ്, അകറ്റി നിർത്തുക. വ മഅന തർക്കിഹിം ബിൽ ബുഅദി, അകലയാകൽ കൊണ്ട് അവരെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അൽ ഇബ്തിആദു അൻഹും, അവരെ തൊട്ട് അകന്നു നിൽക്കുക. ബിഹൈസു ലാ യളുറൂന മസാലിഹുൽ ദീനിയത്ത വൽ ഉഖ്റവിയത്ത, ഈ വ്യക്തിയുടെ ദീനിയും ഉഖ്റവിയുമായ നന്മകൾക്ക് അവർ പ്രയാസം സൃഷ്ടിക്കാത്ത അവസ്ഥ കണ്ട് അവരെ തൊട്ട് അകന്നു നിൽക്കുക എന്നർത്ഥം. അപ്പം ഇതാണ്, നിൻ്റെ നഫ്സിനെ ശുദ്ധീകരിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, നിൻ്റെ ഖാലിഖിലേക്ക് ചേരണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, അവിടെ നിൻ്റെ ചിന്തകളെ, നിൻ്റെ മനസ്സിൻ്റെ ആ ആലോചനകളെ, അതിൻ്റെ പരിധി വിട്ടു പോകുന്നത് നീ ഒഴിവാക്കണം. പ്രത്യേകിച്ച് കുടുംബങ്ങളും മക്കളും ഒക്കെയായി. അങ്ങനെ വന്നാൽ നിൻ്റെ ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയുകയില്ല എന്നർത്ഥം. ദുദ് അനിൽ ഖൽബിൽ ഹവ എന്ന് പറഞ്ഞ ആ ബൈത്തിൻ്റെ ഉദ്ദേശമായി പറയുന്നു. വഹുനാ യത്ലുബു ശാഇറു മിൻ ഖാരിഇൽ ഖസീദത്തി അൻ യൻഹള ബിതർദിൽ ഹവ അനിൽ ഖൽബ്, ഈ ഖസീദനെ പാരായണം ചെയ്യുന്നവനിൽ നിന്ന് ഈ ഷാഇർ തേടുന്നു അവൻ്റെ ഖൽബിൽ നിന്ന്, ഖൽബിനെ തൊട്ട് ഇച്ഛകളെ, ആഗ്രഹങ്ങളെ ആട്ടിയോടിക്കൽ കൊണ്ട് അവൻ നിൽക്കണം. വയുഅക്കിദു അല അഹമ്മിയത്തി തർദിൽ അഹ്വാഇൻ നഫ്സിയത്തി ബിജമീഇ അൻവാഹിഹ അൻ ഖൽബി സാലിക്കില്ലദി യതവജ്ജഹു ഇലല്ലാഹ്, അള്ളാഹിനെ കൊള്ള മുന്നിടുന്ന ഒരു അള്ളാഹിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച വ്യക്തി അവൻ്റെ ഹൃദയത്തിനെ തൊട്ട് നഫ്സിയായ എല്ലാ ഇച്ഛകളെയും അതിനെ പൂർണ്ണമായും ആട്ടിയോടിക്കുക എന്ന ആ മുഖ്യമായ വിഷയത്തിൻ്റെ മേൽ അവൻ നിലകൊള്ളണം. അതുപോലെ തന്നെ
കമാ യൻസഹു ബി തർക്കി കാഫത്തിൽ അലായികി ബിൽ അർദലീന ദീനൻ വ ഖുലുഖ. സ്വഭാവത്താലും ദീനിൻ്റെ വിഷയത്തിലും ഒക്കെ നിന്ദ്യരും നികൃഷ്ടരുമായ ആളുകളുമായുള്ള എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിക്കാനും ഷാഇർ ഈ പദ്യത്തെ പാരായണം ചെയ്യുന്ന ആളുകളെ ഉപദേശിക്കുന്നുണ്ട്. അന്താല് എന്ന് പറഞ്ഞാൽ നദലിൻ്റെ അതല്ലെങ്കിൽ നദീരിൻ്റെ ജംഅ്. നദല റജുലു എന്ന് പറഞ്ഞാൽ കാന ഹസീസൻ മുഹ്തഖിറൻ, നിന്ദ്യനും നിസ്സാരക്കാരനുമായി എന്നർത്ഥം. ഫന്നദിലു വൽ ഹഖീറു വദ്ദലീലു മിനൻ നാസി അൽ മുഹ്തഖിറു ഫി ജമീഇ അഹ്വാലിഹി. എല്ലാ ഘട്ടങ്ങളിലും ഏത് സന്ദർഭങ്ങളിലും നിന്ദ്യനും നിസ്സാരനും നികൃഷ്ടനുമായ ഒരു വ്യക്തി, ജനങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു വ്യക്തിക്കാണ് നദിൽ എന്ന് പറയുക. അപ്പം അത്തരക്കാരായ ആളുകളുമായുള്ള ബന്ധം പൂർണ്ണമായും ഇവൻ ഉപേക്ഷിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഒരു സാധ്യം. ആ പറഞ്ഞതിൽ പിശാചുമായി ബന്ധപ്പെട്ട് നിലകൊള്ളുന്ന ഷെയ്ഖന്മാരുടെ, കാമിലീങ്ങളായ ഷെയ്ഖുമാരുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ചില നിസ്സാരന്മാരുണ്ട്, നികൃഷ്ടന്മാരുണ്ട്. അവരെയും നീ ഉപേക്ഷിക്കണം. അത്തരത്തിലുള്ള ആളുകളെ പിന്തുടർന്നു കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കാൻ പോകുന്നത് പരാജയമാണ് എന്നും കൂടി ഇതിലൂടെ ഉണർത്തലുണ്ട്. ഇങ്ങനെ ഈ പദ്യത്തെ, അതിൻ്റെ ആശയത്തെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത മഹത്തുക്കൾ വ്യക്തമാക്കുന്നു. ഇനി ദാല് എന്ന് പറയുന്ന പദം ദല്ലയിൽ ദല്ല യദില്ലു എന്നതിൽ നിന്നുള്ള ഇസ്മുഫായിൽ ആവാം. ബിമാന ഹാന വ ഹഖറ വ സഗുറ ശഅ്നുഹു. ഒരുത്തൻ്റെ കാര്യം ചെറുതായിട്ടുണ്ട്, നിസ്സാരമായിട്ടുണ്ട്, നിന്ദ്യമായിട്ടുണ്ട്, അങ്ങനത്തവൻ. അപ്പോൾ ഉത്തുറുക്കുമിൻ ജുംലത്തിൽ അന്താലി വൽ അർദലീന, നിന്ദ്യരും നിസ്സാരക്കാരുമായ താഴ്ന്നവരുമായ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നീ ഉപേക്ഷിക്കണം. കുല്ലമങ്കാന ദലീലം വ ഹസീസ, നിസ്സാരനും നികൃഷ്ടനുമായ എല്ലാ ഓരോരുത്തരെയും എന്നർത്ഥം വരും. അങ്ങനെ വരുമ്പോൾ അന്താല് എന്ന് പറഞ്ഞതും ദാല് എന്ന് പറയുന്നതും ഒരേ അർത്ഥത്തിലാണ് വരിക. ഇനി ഇവിടെ ദാല് എന്നുള്ള ലാമിന് ശബ്ദില്ലാതെ ആ ദാലിനെ ബിതഖ്ഫീഫി ദാലി, ലാമിനെ തഖ്ഫീഫാക്കിക്കൊണ്ട് ദാല് എന്ന് പറയാം. വൽ മുറാദു ബിഹി അദ്ദൈലു. അപ്പോൾ ഇവിടെ ദൈല് എന്ന് പറഞ്ഞാൽ ഏതൊരു വസ്തുവിൻ്റെയും അവസാനത്തേത്, അതല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ളത്. വദ്ദൈലു മിനൽ ഇസാരി വസ്സൗബി മാ ജുറ മിന്നു. അരയുടുപ്പ്, വസ്ത്രം, ഇവയിൽ നിന്ന് ദൈല് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വലിക്കപ്പെടുന്ന ഒന്ന്. ഫർസ്, നഹവ് പോലോത്തതിൽ നിന്നുള്ള ദൈല് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്. അപ്പോൾ ഇവിടെ അർത്ഥം എന്തായിട്ടാണ് വരിക? തജന്നബ് അൻ കൗനിക ദൈലൻ ലിൽ അന്താലി. നീ വെടിയണം, നീ ആവലിനെ തൊട്ട് എന്താവുക? ദൈലൻ ലിൽ അന്താലി. അന്താലിന് ദൈലാവുക എന്ന് പറഞ്ഞാൽ ഐ മൻ യത്ബഉഹും വയുലാസിമുഹും വയുസാഹിബുഹും. അവരോട് പിന്തുടരുന്ന, അവരോട് സഹവസിക്കുന്ന, അവരെ വിടാതെ അവരെ തന്നെ പിടികൂടുന്ന, ഒപ്പം കൂടുന്ന ആളായി നീ മാറലിനെ തൊട്ട് നീ വെടിയണം. ഫൈന ദൈല അയ്യ ഹയവാനിൻ മസലൻ യുസാഹിബുഹു ഐനമാസാറ. കാരണം ഏതൊരു വ്യക്തിയോടും ഏതൊരു ജീവിയോടും പിന്തുടർന്ന് പോകുന്നവൻ അവൻ എവിടെ പോയാലും അവൻ്റെ കൂടെയാകും. അവൻ മോശത്തിലാണെങ്കിൽ മോശത്തിലാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് നീ അകന്നു നിൽക്കണം എന്ന അർത്ഥത്തിലാവാം. ഇനി ഈ ദാല് എന്നുള്ളത് ബിമാന ഉറുഫിദ്ദീക്കി,
പൂവൻ കോഴിയുടെ പൂവ് ആ പൂവിൻ്റെ അർത്ഥത്തിൽ വരും. അങ്ങനെ വരുമ്പോൾ അത് കിനായത്തുൻ അൻ ആയത്തി തക്കബുരി വൽ ഇജാബി ബിൻ നഫ്സി, അഹങ്കാരം, അകപ്പൊരുമ എന്നിവയെ തൊട്ടൊരു സൂചനയായിട്ടാണത്. കാരണം ഫൈനദ്ദീക്ക കത് യുളറബു ബിഹി ഫിൽ ഇജാബി ബിൻ നഫ്സി, ഈ പൂവൻ കോഴിയെ അകപ്പൊരുമൻ്റെ കാര്യത്തിൽ ഉദാഹരണമാക്കപ്പെടാറുണ്ട്. അലാനഹു യതക്കബ്ബറു മുഅ്ജിബൻ ബി ഹുസ്നി സൂറത്തിഹി, കോഴി അതിൻ്റെ പൂവ്, അതിൻ്റെ രൂപമൊക്കെ നല്ല രൂപത്തിലുള്ള അഴകുള്ള രൂപമാണ് എന്നതുകൊണ്ട് അഹങ്കരിക്കും എന്നാണ്. അതുപോലെ തന്നെ ഉർഫി റൈസില്ലതി യഷ്ബഹു ബി താജിൻ ജമീലിൻ അലാ റൈസി, ഒരു നല്ല അഴകുള്ള കിരീടമാണ് തൻ്റെ തലയിലുള്ള പൂവ് എന്ന് വിചാരിച്ച് അഹങ്കരിക്കും ഈ പൂവൻ കോഴി. അപ്പോൾ പൂവൻ കോഴിയോട് ചില ആളുകളെ അഹങ്കാരത്തിൻ്റെ വിഷയത്തിലും അകപ്പൊരുമൻ്റെ വിഷയത്തിലുമൊക്കെ ഉപമിക്കാറുണ്ട്. ആ അർത്ഥത്തിലാവാം ഇവിടെ ദാല് എന്ന് പറഞ്ഞത്. ഫൽമാന യഹ്ദറു മാ യതകബ്ബറു ബിഹി കുല്ലു മുഖ്താലിൻ മുഅ്ജിബിൻ ബിനഫ്സിഹി കമാ യതകബ്ബറു ദീഖു ബി ഉർഫി റഅസിഹി മസല, ഒരു പൂവൻ കോഴി അതിൻ്റെ തലയിലുള്ള പൂവ് കൊണ്ട് അഹങ്കരിക്കുന്നത് പോലെ സ്വന്തം നഫ്സ് കൊണ്ട് അഹങ്കരിക്കുകയും അത് തരക്കേടില്ലാത്തവനാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥയെ നീ സൂക്ഷിക്കണം എന്ന അർത്ഥത്തിലാണ് എന്നും പറഞ്ഞവരുണ്ട്. അപ്പോൾ ഈ വിശദീകരണങ്ങൾ അലിഫുൽ അലിഫു ബി ഷറഹി അല്ലഫൽ അലിഫ്, ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ്, അവാരിഫുൽ മആരിഫ് ഷറഹു ഖസീദത്തി അല്ലഫൽ അലിഫ് എന്നീ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള വിശദീകരണമനുസരിച്ചാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം.